ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരം ഇവിടെ ആരംഭിക്കുന്നു. കഥാസാഗരം എന്താണെന്നൊന്ന് ആദ്യം പറഞ്ഞേക്കാം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. കഥകൾ മാത്രമല്ല, കഥയെക്കുറിച്ചുള്ള കുറച്ച് വർത്തമാനം കൂടി അതിനോടൊപ്പം കാണും. കഥയെന്ന് പറയുമ്പോൾ നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാനൊരു മൃഗകഥയാണ് പറയാൻ പോകുന്നത്. മൃഗങ്ങളുടെ കഥകൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ ക്ലാസിക് മൃഗകഥകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു മൃഗകഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് കഥയിലോട്ട് കടന്നാലോ? തേനീച്ചകൾക്ക് മാത്രമാണല്ലോ തേനീച്ചക്കൂടുണ്ടാക്കാനും പൂവുകളിൽ നിന്ന് തേൻ ശേഖരിച്ച് അനേക കാലം സൂക്ഷിച്ചു വെക്കാനുമുള്ള കഴിവുള്ളത്. അവയുടെ സഹോദരന്മാരായ കടന്നലുകൾക്ക് ഇത്തരം വൈദഗ്ധ്യമൊന്നുമില്ല. അതിനാൽ പണ്ട് കാലത്ത് ഇരുകൂട്ടരും തമ്മിൽ എന്നും സംഘർഷത്തിലായിരുന്നു. കടന്നലുകൾ പലപ്പോഴും തേനീച്ചകളുടെ കൂടുകൾ കയ്യേറുകയും അവയെ നശിപ്പിച്ച് തേനെല്ലാം കവർന്നെടുക്കുകയും ചെയ്യും. കൂടുതൽ ശക്തരായ കടന്നലുകളാണ് അത്തരം യുദ്ധങ്ങളിൽ എപ്പോഴും ജയിച്ചിരുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ തങ്ങളുടെ വംശം കുറ്റിയറ്റ് പോകുമെന്ന് മനസ്സിലാക്കിയ തേനീച്ചകൾ അവരുടെ റാണിയുടെ കീഴിൽ യോഗം ചേർന്ന് പ്രശ്നം ചർച്ച ചെയ്തു. ഇക്കാര്യം നമുക്ക് മധ്യസ്ഥതയ്ക്ക് വിടാം, പൂമ്പാറ്റയെ തന്നെ നമുക്ക് മധ്യസ്ഥനാക്കാം, ഒരു തേനീച്ച നിർദ്ദേശിച്ചു. അതെങ്ങനെ? പൂമ്പാറ്റ നമ്മുടെ ശത്രുവാണെന്നറിയില്ലേ? മറ്റൊരു ഈച്ച. അത് ശരിയായിരുന്നു. അക്കാലത്ത് പൂവിൽ നിന്നും മധു നുകരാൻ ശലഭങ്ങളെ തേനീച്ചകൾ അനുവദിച്ചിരുന്നില്ല. അതായിരുന്നു ശത്രുതയ്ക്ക് കാരണം. നാം പൂമ്പാറ്റകളെയും തേൻ കുടിക്കാൻ അനുവദിക്കണം. അതോടെ അവ നമുക്ക് അനുകൂലമാവും. ചിത്രശലഭങ്ങൾ നമ്മുടെ എതിരാളികളായി അറിയപ്പെടുന്നതിനാൽ അവയുടെ മധ്യസ്ഥത കടന്നലുകൾക്ക് സ്വീകാര്യമാവും. പക്ഷേ എല്ലാം രഹസ്യമായിരിക്കണമെന്ന് മാത്രം ഒരു സൂത്രശാലി നിർദ്ദേശിച്ചു. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം റാണി ഈച്ച ആ വഴി അംഗീകരിച്ചു. നേതാക്കളായ ഏതാനും തേനീച്ചകൾ അങ്ങനെ കടന്നലുകളുടെ രാജാവിനെ പോയി കണ്ടു. നാം ഇരു സമുദായങ്ങളും തമ്മിലുള്ള വൈരം അനേക കാലമായി നിലനിൽക്കുന്നതാണല്ലോ. അതുമൂലം രണ്ട് ഭാഗത്തും വലിയ ആളപായവും നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ പ്രശ്നം ഒരു മധ്യസ്ഥന്റെ വിധിക്ക് വിട്ടുകൂടെ? ആഗതൻ ചോദിച്ചു. പക്ഷേ ആര് മധ്യസ്ഥത വഹിക്കും? കടന്നൽ രാജാവ് ചോദിച്ചു. പൂമ്പാറ്റകളുടെ രാജാവ് തന്നെ ആകട്ടെ. അവരാണല്ലോ നമ്മോട് അത്രമാത്രം ഇടപഴകി ജീവിക്കുന്നവരും പൂവും തേനുമായി പരിചിതരായവരും. തേനീച്ചകളുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഇരുകൂട്ടരും തമ്മിലുള്ള രഹസ്യ ധാരണയെപ്പറ്റി അറിവില്ലാതിരുന്ന കടന്നലുകൾ ഉടനെ അത് അംഗീകരിച്ചു. തേനീച്ചകളുടെ ശത്രുക്കളായ ശലഭങ്ങളുടെ വിധി തങ്ങൾക്ക് അനുകൂലമാവുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പൂവിൽ നിന്ന് തേൻ ശേഖരിക്കാനും അത് കൂട്ടിൽ സംരക്ഷിക്കാനുമുള്ള അവകാശത്തെക്കുറിച്ച് പൂമ്പാറ്റ അന്തിമ തീരുമാനമെടുക്കും. വിധി ഇരുകൂട്ടർക്കും ബാധകമായിരിക്കുകയും ചെയ്യും. ഇതായിരുന്നു കരാർ. അങ്ങനെ പൂമ്പാറ്റയ്ക്ക് മുമ്പാകെ വാദങ്ങളും പ്രതിവാദങ്ങളും വിസ്തരിച്ചു നടന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ പൂമ്പാറ്റ പ്രഖ്യാപിച്ചു, തേനീച്ചകളും കടന്നലുകളും വെവ്വേറെ കൂടുകൾ ഉണ്ടാക്കട്ടെ. തേൻ സൂക്ഷിക്കാൻ പറ്റിയ തരം അറകൾ കൂടുകളിൽ ഒരുക്കിയിരിക്കണം. രണ്ടു കൂട്ടർക്കും അതിന് കഴിയുമെങ്കിൽ അവർക്ക് തേൻ പങ്കിട്ടെടുക്കാം. കൂടുണ്ടാക്കാൻ അറിയാത്തവന് തേൻ സൂക്ഷിക്കാൻ എങ്ങനെ കഴിയും? പൂമ്പാറ്റയുടെ വിധി തികച്ചും യുക്തിഭദ്രമായിരുന്നു. പക്ഷേ അത് ഫലത്തിൽ കടന്നലുകൾക്ക് എതിരായിരുന്നു. കാരണം അവയുടെ കൂടുകൾ അന്നും ഇന്നും അവയ്ക്ക് പാർക്കാൻ മാത്രമുള്ളവയാണല്ലോ. പ്രതിഷേധം മനസ്സിലൊതുക്കി മ്ലാനവദനരായി കടന്നലുകൾ പുറത്തിറങ്ങി നോക്കുമ്പോഴതാ തേനീച്ചകളുടെ മേൽനോട്ടത്തിൽ ശലഭങ്ങൾ തേൻ കുടിക്കാൻ പൂവും തേടി പോകുന്നു. അതിന്നും തുടരുകയാണ്. ഇത്രയുമാണ് കഥ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, ക്ലാസിക് മൃഗകഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു കഥയാണ്, ചെറിയൊരു കഥയാണ്. ഇത് തേനീച്ചകളും കടന്നലുകളും
ബാറ്റയും ഒക്കെ കടന്നു വരുന്ന അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ആകുന്ന ഒരു കഥയാണ്. തേനീച്ചകളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നു. കൂട്ടുകാരൊക്കെ തേൻ ഭക്ഷിക്കുന്നവരാണ് അല്ലേ? ആരാ ഭക്ഷിക്കാത്തത്? വളരെ സ്വാദോടുകൂടി നമ്മൾ കഴിക്കാറുണ്ട് തേൻ. അതത്ര നിസ്സാരമല്ല തേൻ ശേഖരിക്കുക എന്ന് പറയുന്നത്. ഓരോ പൂവിൽ നിന്ന് ഓരോ പൂവിലേക്ക് പോയി സഞ്ചരിച്ച് തേൻ ശേഖരിച്ച് തിരികെ കൂട്ടിൽ കൊണ്ടുവരിക, വീണ്ടും പോവുക അല്ലേ? എത്രമാത്രം പറക്കലുകളാണ് അല്ലേ നടക്കുന്നത്. വളരെ സാഹസികമായ ഒരു യാത്ര തന്നെയാണ്. ഒരു ചെറിയ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ തേനീച്ച എത്ര പ്രാവശ്യം സഞ്ചരിക്കുന്നു? ഒരു തേനീച്ചയുടെ ഒരു സ്പീഡ് എന്നൊക്കെ പറയുന്നത് മണിക്കൂറിൽ 35 കിലോമീറ്റർ ആണെന്നാണ് പറയപ്പെടുന്നത്. ഒരു ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് തേനീച്ചയാണെങ്കിൽ അതൊരു 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ സഞ്ചരിച്ചിട്ടാണ്. ചില തേനീച്ചകളാണെങ്കിൽ 1 കിലോമീറ്റർ സഞ്ചരിക്കും. ചില പ്രത്യേകതരം തേനീച്ചകളാണെങ്കിൽ 12ഉം 20ഉം കിലോമീറ്ററൊക്കെ ഈ തേൻ തേടി പോകുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഗവേഷണങ്ങൾ പറയുന്നുണ്ട്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പ്രയാണമാണ്, ഒരു സഞ്ചാരമാണ്. അത് ശേഖരിക്കാൻ വേണ്ടി അവിടെ അടുത്തൊന്നും കിട്ടാതെ വരുമ്പോൾ 12 കിലോമീറ്റർ 20 കിലോമീറ്ററൊക്കെ സഞ്ചരിക്കുന്നൊക്കെ ചില ഗവേഷണ റിപ്പോർട്ടുകളൊക്കെ വായിക്കാൻ ഇടയായിട്ടുണ്ട്. വ്യത്യസ്ത തരം തേനീച്ചകളുണ്ട്. ഹണി ബീ എന്നൊക്കെ പറഞ്ഞ്, ബമ്പിൾ ബീസ്, സോളിറ്ററി ബീസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി. ഓരോന്നിനും ഓരോ അത് സഞ്ചരിക്കുന്ന ദൂരം വ്യത്യസ്തമായിരിക്കും. ഹണി ബീസ് എന്നൊക്കെ പറഞ്ഞ വിഭാഗം 1 തൊട്ട് 6 കിലോമീറ്റർ വരെയൊക്കെ സഞ്ചരിക്കുമെന്ന് പറയപ്പെടുന്നു. അത് ചിലപ്പോൾ ഈ തേനീച്ചകൾ എത്ര പ്രാവശ്യം പറക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 7 പ്രാവശ്യം വരെയൊക്കെ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെയും കണക്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ അധ്വാനശീലരാണ് ഈ തേനീച്ചകളെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇത്രയും പറഞ്ഞത്. അതാണ് തേനീച്ചകളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലേ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത്. ഇത് ഒരു തട്ടിപ്പിൻ്റെ കഥയും കൂടിയാണല്ലേ. കടന്നലുകളെ തട്ടിപ്പിന് ഇരയാക്കുകയാണ്. പൂമ്പാറ്റയും തേനീച്ചയും കൂടെ ഒത്തീർപ്പിലായിട്ട് ഇവരെ സമർത്ഥമായിട്ട് പറ്റിക്കുകയാണ്. ഈ മധ്യസ്ഥം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമൊക്കെ മനുഷ്യരുടെ ഇടയിലൊക്കെ ധാരാളം ഉള്ളതാണ് അല്ലേ. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ മധ്യസ്ഥനെ ഇടപാട് ചെയ്യും, ഏർപ്പാടാക്കും, ഇതൊന്ന് തർക്കമൊന്ന് പരിഹരിക്കാനായിട്ട്. ഇത് രാജ്യങ്ങൾ തമ്മിലൊക്കെ നടക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളാണല്ലോ രാജ്യങ്ങൾ തമ്മിലൊക്കെ. ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, അവിടെയൊക്കെ ഈ മധ്യസ്ഥന്മാർ വരാറുണ്ട്. അപ്പോൾ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ രാജ്യങ്ങൾ മധ്യസ്ഥം വഹിക്കുന്നതാണ്. നമുക്കറിയാം ചില രാജ്യങ്ങളോട് ഒരു ധാരണയുണ്ടെന്ന്. അവർക്ക് ആ രാജ്യങ്ങളോടാണ് ഒരു പ്രത്യേക മമതയും കടപ്പാടുമെന്ന്. അല്ലെങ്കിൽ ഒരു സൈഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക രാജ്യത്തിനായിരിക്കും. ഇപ്പോൾ അമേരിക്ക, നമുക്കറിയാം ഇസ്രയേലിനോടായിരിക്കും അവരുടെ ഒരു പക്ഷപാതപരമായ നിലപാടും സ്നേഹവും കടപ്പാടും ഒക്കെ. പക്ഷെ അവർ മധ്യസ്ഥം വഹിക്കാൻ പോവും പലസ്തീനുമായിട്ട്. പക്ഷെ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം അല്ലേ. ആ ഒരു ഒത്തുതീർപ്പിൽ എങ്ങനെ ആയിരിക്കും അവരുടെ നിലപാടുകൾ, ഏത് രാജ്യത്തിന് അനുകൂലമായിരിക്കും. എനിക്ക് ഈ കഥ വായിച്ചപ്പോഴും അങ്ങനെയാണ് തോന്നിയത്. ആ ഒരു മധ്യസ്ഥം പറച്ചിലിനെ കുറിച്ചൊക്കെയാണ് എനിക്ക് എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നത്. അവരെത്ര മധ്യസ്ഥം പറഞ്ഞാലും എന്തായാലും ഇസ്രായേലിന് അനുകൂലമായിരിക്കും. അങ്ങനെ ഈ മധ്യസ്ഥം പറച്ചിലിലും ഇങ്ങനെയുള്ള വേർതിരിവുകളും പക്ഷപാത നിലപാടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മധ്യസ്ഥവും ഒരു മധ്യസ്ഥമാണെന്നൊന്നും നമുക്ക് കരുതാൻ സാധിക്കില്ല. എല്ലാത്തിലും ഒരു ചതിക്കുഴിയൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊക്കെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരം മധ്യസ്ഥതകൾ അവസാനം ചിലർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആ ചതിക്കുഴിയിൽപ്പെട്ടിട്ട് അവർക്ക് പറ്റിയ നഷ്ടം പോലും അവർ ചിലപ്പോൾ തിരിച്ചറിയാതെ പോകും. ഇവിടെ കടന്നലുകൾ അവസാനം അത് കാണുന്നുണ്ട്. പൂമ്പാറ്റയും തേനീച്ചയൊക്കെ പരസ്പരം പോരടിക്കുന്നവരാണെന്ന് കരുതിയ അവർ അന്തം വിടുകയാണ്. അവർ ഐക്യത്തോടെ തേൻ ശേഖരിക്കാൻ പോകുന്നതാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ ഓരോ ട്രാപ്പുകളുണ്ടല്ലേ നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത്തരം അനേകം ട്രാപ്പുകളുണ്ട്. ഈ ഭയപ്പെടുത്തിയും ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എന്നൊക്കെ പറയും. പലതരത്തിലുള്ള ഉന്തിത്തള്ളി, ഭീഷണിയുടെ സ്വരം മുഴക്കി, അത് ചെയ്യും ഇത് ചെയ്യും, എൻ്റെ കയ്യിൽ അതുകൊണ്ട്, അല്ലെങ്കിൽ ഇതുണ്ട്, അല്ലെങ്കിൽ ഇന്ന രഹസ്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് മാനഹാനി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞില്ലേ ഒത്തിരി ഇങ്ങനെ ചതിക്കുഴികൾ. ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ. ഹണി ട്രാപ്പുകളൊക്കെ ഇത്തരത്തിലുള്ള ചതിക്കുഴികളാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ചതിക്കുഴികൾ ധാരാളമുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഇതേക്കുള്ളൊരു ഭീഷണിയുടെ സ്വരം
കലർന്ന ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷനാണ്. സൈക്കോളജിക്കലി നമ്മളെ ഒന്ന് ഭയപ്പെടുത്തി ചില കാര്യങ്ങൾ അവർ നേടിയെടുക്കും. നമ്മളിൽ വല്ലാത്തൊരു അങ്കലാപ്പും നമ്മളെ തന്നെ സംശയിക്കുന്ന ഒരവസ്ഥയും ഒരു സംശയത്തിൻ്റെ ഒരു മൂടുപടം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയൊക്കെ ഒരു മൂടുപടം ഒക്കെ ഉണ്ടാക്കി അതിലകപ്പെടുത്തിയിട്ട് ചൂഷണം ചെയ്യുന്ന ഒരു മാർഗമാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ വന്ന് പറയുകയാണ്, ഈ ഒരു ആരാധനാലയത്തിൽ പോയി ഇന്നത് ചെയ്താലേ നിങ്ങൾക്ക് നല്ലത് വരുത്തുള്ളൂ. ദൈവമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയായിരിക്കും ഇങ്ങനെയുള്ള പരിപാടികൾ ഏറെ നടക്കുക. ഉദാഹരണത്തിന് ഇന്ന ആരാധനാലയത്തിന് വർഷം തോറും ഒരു വർഷം ഇത്രയും രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ദൈവകോപം വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൊണ്ട് നിർത്തിയിട്ട് വളരെ പ്രശ്നങ്ങളും സങ്കീർണതകളും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മാനസികമായിട്ടൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ട് ചുറ്റുപാടുകൾ ക്ലേശകരമായി ഒട്ടനവധി ആശങ്കകളും സങ്കീർണതകളും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന അനവധി പേരുണ്ട്. ഇത് കണക്ക് ദുർമന്ത്രവാദമാകാം, അല്ലെങ്കിൽ ചില ആഭിജാത ക്രിയകളാകാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞുള്ള ചില തട്ടിപ്പുകളാകാം. അങ്ങനെയൊക്കെ ഇത് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന വ്യക്തി അതിനൊക്കെ വഴങ്ങിക്കൊടുത്തെന്നിരിക്കും. അങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അതിനാണ് ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടേം ഉപയോഗിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ. ഈ കഥയെ വായിച്ചപ്പോൾ അതും കൂടെ പരാമർശിച്ചെന്നേ ഉള്ളൂ. ഇത്തരം ചില വഞ്ചകർ നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് ചെയ്താലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്താലേ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാലേ, അല്ലെങ്കിൽ ഇത്തരം ആചാരങ്ങൾ അനുഷ്ഠിച്ചാലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നവരുണ്ട്. പാവം മനുഷ്യർ അന്നേരത്തെ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും, ക്ലേശകരമായിരിക്കും. അതിൽ നിന്ന് കരകയറാൻ വേണ്ടി അവർ എന്തിനും വഴങ്ങിക്കൊടുക്കുന്ന ഒരു മാനസിക അവസ്ഥയിലുമായിരിക്കും. അതാണ് ഇത്തരക്കാർ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരക്കാർക്കെതിരെ നമ്മളെപ്പോഴും ഒരു കണ്ണ് വേണം, അല്ലേ? ഇത്തരക്കാരെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതും കൂടെ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം, പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായും. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. നിങ്ങളിതുവരെ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.